കാസർഗോഡ് നെല്ലിക്കുന്ന് തോട്ടത്തിൽ തറവാട് കുടുംബത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമവും ഓണാഘോഷ പരിപാടിയും വിവിധ പരിപാടികളോടെ തോട്ടത്തിൽ തറവാട് ഭവനത്തിൽ വച്ച് നടന്നു. തറവാട് കുടുംബത്തിലെ വിവിധ തലമുറകളിൽപ്പെട്ട കുട്ടികൾ, യുവജനങ്ങൾ, വനിതകൾ, മുതിർന്നവർ എന്നിവരുടെ സജീവ പങ്കാളിത്തം ശ്രദ്ധേയമായി. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക, തറവാടിന്റെ പാരമ്പര്യവും മൂല്യങ്ങളും പുതുതലമുറയിലേക്ക് കൈമാറുക, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മികവിനെ പ്രോത്സാഹിപ്പിക്കുക, മുതിർന്ന അംഗങ്ങളെ ആദരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചത്. രാവിലെ ആരംഭിച്ച പരിപാടികളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ വിനോദ കായിക മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂക്കളം പ്രത്യേക ശ്രദ്ധ നേടി. കുടുംബസംഗമത്തിന്റെ പ്രധാന ആകർഷണമായ ഓണസദ്യ കുടുംബാംഗങ്ങളുടെ കൂട്ടായ്മയിൽ സംഘടിപ്പിച്ചു. കുടുംബസംഗമത്തിന്റെ സമാപന സഭാ പരിപാടി തീയ മഹാസഭ കേരള സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ശ്രീ ഭഗവതി സേവാ സംഘം തളങ്കര പുലിക്കുന്ന് പ്രസിഡന്റ് സതീഷ് എൻ മഞ്ഞിപ്പാടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. തറവാട് കാരണവരായ ചന്ദ്രൻ അണങ്കൂർ, പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ രാമൻ ദേലമ്പാടി, തറവാട് ഉപദേഷ്ടാക്കളായ രാജൻ തോട്ടത്തിൽ, പുരുഷോത്തമൻ കോളാരി, തറവാട് ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഉദയൻ കാടകം, മഹിളാ സമിതി പ്രസിഡന്റ് നളിനി രാമൻ കോട്ടക്കണി, മഹിളാ സമിതി സെക്രട്ടറി സിന്ധു രാഘവൻ പുലിക്കുന്ന് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ധന്യശ്രീ കോളാരി പ്രാർത്ഥന ചൊല്ലി. തോട്ടത്തിൽ തറവാട് വീട് ഭരണസമിതി ജനറൽ സെക്രട്ടറി ഗണേഷ് മാവിനക്കട്ട സ്വാഗതവും ആമുഖ പ്രസംഗവും നിർവഹിച്ചു. ഭരണസമിതി വൈസ് പ്രസിഡന്റ് നവരാജ് ദേളി നന്ദി പറഞ്ഞു. ഇപ്പോൾ അതിന്റെ സമാപനം നടക്കുകയാണ്. കുടുംബസംഗമം ചേരുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, അണുകുടുംബങ്ങളായി ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുമായി ഒതുങ്ങിപ്പോകുന്ന രീതിയിലേക്ക് സമൂഹത്തിൽ നമ്മുടെ വീടുകളിൽ പോകുമ്പോൾ അത് ഒത്തുചേരാനുള്ള ഒരു സംഗമ വേദിയായി ഇതുപോലുള്ള തറവാടിന്റെ അംഗങ്ങൾ തയ്യാറാകുമ്പോൾ നമുക്കേറെ സന്തോഷമുണ്ട്. കുടുംബസംഗമത്തിൽ പരസ്പരം പരിചയപ്പെടുകയും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഈ ടെക്നോളജി വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു എന്ന് കൂടി നമുക്കറിയാം. MDMA പോലുള്ള മയക്കുമരുന്നുകൾ സ്കൂളുകളിലും കോളേജുകളിലും വളരെ സുലഭമായി കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളാരും അത് സുരക്ഷിതരാണെന്ന് കരുതുന്ന നമ്മുടെ വീടിന്റെ പരിപാടികളും അത് എത്തി നിൽക്കുകയാണ്. ഒരുപാട് ആളുകളിൽ മൺമറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരുടെ സുന്ദരമായിട്ടുള്ള സ്വപ്നങ്ങൾ ഈ പുണ്യഭൂമിയിൽ ഇപ്പോൾ ഉയർന്നു വരികയാണ്. സാധാരണഗതിയിൽ ഒരു പുതിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതെങ്കിലും ഒരു കൈവീതം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്ക് മാത്രമായിരിക്കും ഈ തറവാട്ടിലേക്ക് ആളുകൾ വരിക. പക്ഷേ ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചടങ്ങോടുകൂടി കുടുംബസംഘം എന്ന നാമധേയത്തെ അതിൽ ആദരിക്കപ്പെടുന്നവർ 3 അവാർഡുകൾ, ജ്ഞാനനിധി, വയോനിധി, സേവാനിധി, ഈ അവാർഡുകളൊക്കെ തന്നെ നമ്മൾ സാധാരണ കാണുക ഒരേതെങ്കിലും ക്ലബുകളിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുണ്ടാകുന്ന ചില പരിപാടികളിലോ മാത്രമാണ്. തറവാട് കുടുംബത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങളെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി ജ്ഞാനനിധി അവാർഡ് വിതരണം ചെയ്തു. SSLC, +2, ബിരുദം, ബിരുദാനന്തര ബിരുദം തലങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ചു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. തറവാടിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന മുതിർന്ന അംഗങ്ങളെ ആദരിക്കുന്നതിനായി 70 വയസ്സിന് മുകളിലുള്ള ഏകദേശം 10 മുതിർന്ന തറവാടംഗങ്ങൾക്ക് വയോനിധി അവാർഡ് നൽകി ആദരിച്ചു. തറവാടിന്റെ വളർച്ചയ്ക്ക് മുതിർന്ന തലമുറ നൽകിയ സംഭാവനകൾ ചടങ്ങിൽ അനുസ്മരിച്ചു. തറവാടിനും സമൂഹത്തിനും നൽകിയ ശ്രദ്ധേയവും മാതൃകാപരവുമായ സേവനങ്ങളെ പരിഗണിച്ച് പുരുഷോത്തമൻ കോളാരിക്ക് സേവാനിധി അവാർഡ് നൽകി ആദരിച്ചു.
കുടുംബസംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കും മുതിർന്നവർക്കും സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സഭാപരിപാടിയുടെ നിരൂപണം ഗാനശ്രീ കെ നിർവഹിച്ചു. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള വിവിധ തലമുറകളെ ഒരേ വേദിയിൽ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് കുടുംബസംഗമം 2026ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തറവാടിന്റെ ചരിത്രവും പാരമ്പര്യവും സംരക്ഷിക്കുന്നതിനൊപ്പം പുതിയ തലമുറയുടെ വിദ്യാഭ്യാസവും വ്യക്തിത്വ വികസനവും പ്രോത്സാഹിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.